ഹലോ വ്യൂവേഴ്സ്, അസ്സലാമലൈക്കും. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ദോശമാവും കൊണ്ട് ജിലേബി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനാണ് ഞാൻ 1/2 കപ്പ് ദോശമാവ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക, നല്ലപോലെ മിക്സ് ചെയ്യുക. ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. അതിലെ കട്ടകളെല്ലാം നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്. ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താലും മതി. നന്നായിട്ടല്ലേ കട്ടകളെല്ലാം നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടും. അല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താലും മതി. ഏകദേശം നന്നായിട്ടല്ലേ കട്ടകളെല്ലാം ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. പിന്നീട് ആ മിക്സിലോട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്യുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഫുഡ് കളർ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഞാൻ പിന്നെ ഒരു ഡ്രോപ്സ് പിങ്ക് കളർ ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. മഞ്ഞപ്പൊടിയും പിങ്ക് കളർ ഫുഡ് കളറും കൂടെ മിക്സ് ആയപ്പോൾ ഏകദേശം ഒരു ഓറഞ്ച് കളറാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. കറക്റ്റ് കളറായിട്ട് ജിലേബിയുടെ കറക്റ്റ് കളറാണ് കിട്ടിയിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ആ ബാറ്ററിലോട്ട് ചേർക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ബേക്കിംഗ് സോഡ ചേർക്കുന്നത് നമ്മൾ ജിലേബി എണ്ണയിലോട്ട് ഒഴിക്കുമ്പോൾ ജിലേബി ഒന്ന് പൊന്തി വരാനായിട്ടാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത് കേട്ടോ. ഏകദേശം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. പിന്നീട് ഇതേപോലെ ഒരു കുപ്പിയുടെ അടപ്പെടുക്കുക. ആ കുപ്പിയുടെ സെൻറ്ററിൽ ഒരു ചെറിയൊരു ദ്വാരം കൊടുക്കുക. പിന്നീട് ഞാനൊരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ആ ബോട്ടിലോട്ട് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന മാവിൻ്റെ കൂട്ട് അതിലോട്ട് ചേർക്കുക. ആ കുപ്പിയിലോട്ട് ചേർക്കുക. പിന്നീട് ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് പാൻ വെച്ച് പാനിലോട്ട് എണ്ണ ഒഴിച്ച് നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആ കുപ്പി പ്രസ് ചെയ്ത് ഇതേപോലെ എണ്ണയിലോട്ട് ജിലേബിയുടെ രൂപത്തിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡ് ഏകദേശം മൂത്തതിന് ശേഷം മറു സൈഡൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. കണ്ടോ, കറക്റ്റ് ആ ജിലേബിയുടെ കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഫ്ലെയിം കുറച്ചിട്ട് വേണം ഈ ജിലേബി ഒന്ന് കുക്കാക്കാനായിട്ട് കേട്ടോ. പിന്നീട് 1/2 കപ്പ് പഞ്ചസാരയിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് അടുപ്പത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ലായനിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ജിലേബി ആ ലായനിലോട്ട് ഒന്ന് ചേർത്തതിന് ശേഷം അപ്പുറവും ഇപ്പുറവും, അതായത് 2 സൈഡും ആ ലൈനിലോട്ട് മറിച്ചിട്ടതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും ജിലേബി. കടയിൽ നിന്ന് വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കാതെ വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജിലേബിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ സിമ്പിളാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റെസിപ്പിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ കൊടുക്കേണ്ടതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഒരുപാട് ഇഷ്ടപ്പെടും. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ഓക്കെ ബൈ, താങ്ക് യു.